ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. മക്കളെല്ലാവർക്കും, സിസ്റ്ററിനെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ സന്തോഷത്തിൻ്റെ തിരുനാളാണ്. ഈസ്റ്റർ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ തിരുനാളാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും മായില്ല, ഒരിക്കലും മറയില്ല. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും വിജയിച്ച് തന്നെ വരും. തിന്മയെ അതിജീവിച്ച്, തിന്മയെ തോൽപ്പിച്ച് നന്മ എപ്പോഴും ജയിക്കും. ദൈവത്തിൻ്റെ സ്നേഹം കാരണം അന്ധകാരം മാറി പ്രകാശം വരും. ദൈവം നമ്മളെ ചേർത്ത് പിടിക്കും, നമ്മളെ മറക്കില്ല. അതാണ് ഈസ്റ്റർ. ദൈവം ഇന്നും ജീവിക്കുന്നു. അത് തെളിയിക്കുന്നതാണ് ഈസ്റ്റർ തിരുനാൾ, ഈസ്റ്റർ ആഘോഷം. അപ്പോൾ ഈ ആഘോഷങ്ങൾ അതിഗംഭീരമാക്കാൻ, അത് ദൈവാനുഭവം, ആഴത്തിലുള്ള ദൈവാനുഭവമാക്കി മാറ്റാനുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ച് ഒരുങ്ങാം ഈ ഹോളി വീക്കിൽ. ഓക്കെ അല്ലേ? യെസ്. മക്കളെ, നമ്മുടെ ഈ ലോകത്ത് അല്ലേ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണല്ലോ. ഈ ലോകത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഇല്ലേ? ഉണ്ട്. നല്ല മഹാന്മാരുണ്ട്, കുറച്ചുകൂടി നല്ല വ്യക്തിത്വത്തിലൊക്കെ ജീവിക്കുന്ന മഹത് വ്യക്തികളുണ്ട്. പണ്ഡിതന്മാരുണ്ട്, പഠിച്ച് അറിവുള്ളവർ, കുറേ ലോകം കുറേ വായിച്ച് മനസ്സിലാക്കി എക്സ്പീരിയൻസും എക്സ്പെരിമെൻറ്റും ഒക്കെ ചെയ്ത നല്ല പഠിത്തമുള്ള ആൾക്കാരുണ്ട്, ഇല്ലേ? ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ലോകത്ത് ഇവരൊക്കെ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നല്ലത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം, എങ്ങനെ ഉത്തമമായിട്ടുള്ള ഒരു മാതൃകാ ജീവിതം നയിക്കണമെന്നൊക്കെ ഇവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലേ? അല്ലേ? ആണ്. എന്നാൽ പഠിപ്പിക്കുക മാത്രമല്ല, അത് പ്രവർത്തിച്ച് ജീവിതത്തിലൂടെ തെളിയിച്ച് നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എന്നെ ഉയർപ്പിക്കാൻ വേണ്ടി മരിച്ച് 3 ദിവസം കല്ലറയ്ക്കുള്ളിലായിരുന്നു. അത് പൊട്ടിച്ച്, ഒരു സ്നേഹം കാരണം അത് പൊട്ടിച്ച് തുറന്നു വന്ന് ഇന്നും മനുഷ്യനോട്, എന്നോട് ജീവിക്കുന്ന ഒരു ദൈവം. അതിൻ്റെ ആഘോഷമാണ് ഈസ്റ്റർ. ഓക്കെ മക്കൾ, വായോ, കുറച്ചുകൂടി നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. എങ്ങനെ ഈ ഈസ്റ്റർ അതിമനോഹരമാക്കാമെന്ന് പറഞ്ഞുതരാം. പോകരുത്, അടുത്ത് തന്നെ ഉണ്ടാവണം. ഓക്കെ, ചായക്കൂട്ടുകൾ അറിയാമല്ലോ. പെയിൻ്റൊക്കെ വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചായക്കൂട്ടുകൾ, പെയിൻറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു മനോഹരമായ ഒരു ചിത്രം ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ചിത്രകാരൻ വേണം, അല്ല? നല്ല അടിപൊളി ചിത്രകാരൻ വന്നാൽ പുള്ളിക്കാരനോ അല്ല പുള്ളിക്കാരത്തേക്ക് നമ്മൾ ചായക്കൂട്ടുകൾ കൊടുക്കുന്നു, പുള്ളി പടം വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസ് വരും. അങ്ങനെ വരണമെങ്കിൽ ഒരു ചിത്രകാരൻ വേണം. ചിത്രകാരൻ മാത്രം പോരാ, ചായക്കൂട്ടുകൾ ഈ ചിത്രകാരൻ്റെ കൈക്ക് അല്ലെ പെയിൻറ്റിന് വിധേയമാകണം, അല്ലേ? ആണ്. ഇനി കളിമണ്ണ് അറിയാലോ, മുറ്റത്തൊക്കെയുള്ള കളിമണ്ണ്. ഈ കളിമണ്ണ് ഒരു പാത്രമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കുശവൻ വേണം. അതിൽ സ്കില്ലുള്ള, കഴിവുള്ള ഒരാൾ വേണം. അദ്ദേഹം വന്ന് കൈതൊടുമ്പോൾ അതൊരു മാസ്റ്റർ പീസായി മാറും. അങ്ങനെ മാസ്റ്റർ പീസ് ആകണമെങ്കിൽ, മാസ്റ്റർ പീസ് എന്ന് വെച്ചാൽ എക്സലൻ്റ്, നല്ല ഗംഭീരം, അതിസുന്ദരം, അല്ലെ? ആര് കണ്ടാലും ഒന്ന് ആകർഷിക്കും. ആ തരത്തിലാകണമെങ്കിൽ എന്നാ ചെയ്യണം? ഈ കളിമണ്ണ് ഈ കുശവന് വിധേയപ്പെടണം, അല്ലേ? ആണ്. മക്കളെ, ബൈബിളിൽ ഒരു കഥയുണ്ട്. ഒരു കുഞ്ഞു ബാലൻ, നിങ്ങളെപ്പോലെയുള്ള ഒരു കുഞ്ഞിക്കുട്ടി, അവന് കഴിക്കാൻ കൊടുത്തുവിട്ട 5 അപ്പവും 2 മീനും ഈശോയുടെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ അത് ഒരു വലിയ ജനക്കൂട്ടം, അല്ല, ഒത്തിരി ആൾക്കാർ, 5000-ലധികം, ഒരു ഹാളിൽ നിറഞ്ഞിരിക്കുന്നതിനപ്പുറം ആളുകളുള്ള ഒരു ജനതയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കാൻ പാകത്തിന്, എല്ലാവർക്കും കൊടുക്കാൻ പാകത്തിന് ഉള്ള വിരുന്ന് കർത്താവ് ഒരുക്കി. എവിടെ നിന്നാ? ഈ 5 അപ്പ 2 മീൻ. അപ്പോൾ അത് സമൃദ്ധിയിലേക്ക് നയിക്കാൻ പാകത്തിൽ ആക്കാൻ പറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പക്ഷെ ആ ദൈവത്തിനോടൊപ്പം ഈ കുഞ്ഞു മനസ്സ്, ഈ ബാലൻ 5 അപ്പവും 2 മീനും ദൈവത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോഴാണ് ഇത്രയധികം പേർക്ക് നല്ല ആവേശത്തോടെ, സന്തോഷത്തോടെ കഴിക്കാൻ പാകത്തിൽ വിഭവമായി മാറിയത്. ഓക്കെ, അപ്പോൾ ഈ 3 കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? നല്ലൊരു മാസ്റ്റർ പീസ് ചിത്രം വരണമെങ്കിൽ ചിത്രകാരൻ മാത്രം പോരാ, കയ്യിലെ ഉപകരണങ്ങൾ, ഇൻസ്ട്രുമെൻറ്റ്, പെയിൻ്റൊക്കെ അതിന് വിധേയപ്പെടണം. ഓക്കെ, രണ്ടാമത് സിസ്റ്റർ എന്ത് പറഞ്ഞു? കളിമണ്ണ് പാത്രമായി മാറണമെങ്കിൽ കുശവൻ മാത്രം പോരാ, ആ കളിമണ്ണ് ആ കുശവന് എൻ്റെ സ്വപ്നത്തിനനുസരിച്ച് വിധേയപ്പെടണം. മൂന്നാമത് എന്ത് പറഞ്ഞു? ഈ കുഞ്ഞു ബാലൻ്റെ കഥ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ പറയേണ്ടത് നമ്മുടെ മനോഭാവം, മനസ്സിൻ്റെ ഭാവം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ മക്കളെ,
ഈ കാലഘട്ടത്തിൽ സിസ്റ്റർ വിചാരിക്കുന്നത് രോഗശാന്തിയല്ല ഏറ്റവും വലിയ അത്ഭുതം, മറിച്ച് ഒരു മനുഷ്യൻ്റെ മനോഭാവം മാറുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഓക്കെ, അതിന് സിസ്റ്റർ ഒരു കഥ പറഞ്ഞുതരാം ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന്. ഒരിക്കൽ IT ഫീൽഡിലുള്ള അപ്പൻ, ഓക്കെ, അച്ഛൻ IT ഫീൽഡിലെ പ്രൊഫഷണലാണ്. അപ്പം പുള്ളിക്കാരൻ രാത്രി ഇരുന്ന് PPT ഒക്കെ തയ്യാറാക്കി കമ്പ്യൂട്ടർ വർക്കൊക്കെ ചെയ്ത്, കാരണം അടുത്ത ദിവസം രാവിലെ 9:30 ബോർഡ് മീറ്റിംഗ് ഉണ്ട്, അതിൽ പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ രാത്രി ഇരുന്ന് എല്ലാം ചെയ്ത് താമസിച്ച് ഉറങ്ങി, അതിരാവിലെ എണീറ്റ് ബാക്കിയെല്ലാം ഫിനിഷിംഗ് ഒക്കെ എല്ലാം പെർഫെക്റ്റ് ആക്കി അച്ഛൻ പിന്നെ കുളി കഴിഞ്ഞു, ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ താഴോട്ട് വരുമ്പോൾ, അല്ലേ, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഭാര്യ ചായ ഉണ്ടാക്കി ഇതുപോലെ ടീപ്പോയിൽ വെച്ചു. ഓക്കെ, അവിടെ ഒരു കുഞ്ഞു കുട്ടിയുണ്ടായിരുന്നു, മകൻ. അവനിങ്ങനെ കാറ് കളിച്ച് ഓടി വരുന്നു, അച്ഛൻ കപ്പെടുക്കുന്നു, രണ്ടും കൂടി കൂട്ടിമുട്ടി ചായ താഴെ വീഴും. താഴെ വീഴുക മാത്രമല്ല, വിട്ടുകൊണ്ട് പോകേണ്ട നല്ല തേച്ച് മിനിക്കിയ ഷർട്ടിൽ വീഴുന്നു. അപ്പോൾ ചായക്കറ ഇത് തെറിച്ച് കുഞ്ഞിൻ്റെ ഉടുപ്പിലും ആകുന്നു. ഓക്കെ, അപ്പോൾ എന്നാ ചെയ്യും? എന്താ സംഭവിക്കുക? ഒന്ന് ഊഹിച്ച് നോക്കിക്കേ. ഓക്കെ, ചില അപ്പന്മാരെന്നാ ചെയ്യും? കണ്ണൊക്കെ ഉരുട്ടും, ദേഷ്യം വരും. ചിലപ്പോൾ ദേഷ്യമൊക്കെ ഇച്ചിരി കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ പല്ലൊക്കെ കടിക്കും, നിനക്ക് നോക്കി കളിച്ചൂടെ, ഇപ്പോഴാണോ ഇവിടെയാണോ കളിക്കേണ്ട സമയം എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു അടി കൊടുക്കും. അപ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഓടി വന്ന കുട്ടി, ചിരിച്ചുകൊണ്ട് വന്ന കുട്ടി, പിന്നെ ചിരി മാറും, അല്ലേ, പേടിയാവും. അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരാ ഈ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് അമ്മ വരും. അമ്മ ചോദിക്കും, എന്ത് പറ്റി? അപ്പം പറയാം, നീ വളർത്തിയത് കൊണ്ടാണ് ഈ പ്രശ്നം, നീയാണിത് നേരെ വളർത്താത്തത് കൊണ്ടാണ് ലാലലാ ലലലാ ലലലാ എന്ന് പറഞ്ഞ് പറയുന്നു. ഓക്കെ, അപ്പം ഭാര്യയ്ക്കും ദേഷ്യമായി, കാരണം ചായയും പോയി ക്ലാസ്സും പോയി, ഇനി ഒന്നേന്ന് വെക്കണം. അപ്പോൾ മാത്രമല്ല ഇതൊക്കെ വൃത്തിയാക്കണ്ടേ, അപ്പോൾ ഇത് തുടച്ച് അവർ വൃത്തിയാക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ അച്ഛൻ ദേഷ്യത്തിൽ ചാടിക്കേറി മുകളിലോട്ട് പോയി, വീണ്ടും ഡ്രസ്സൊക്കെ ഇട്ട് സ്പീഡിൽ വന്നു, കാരണം സമയം ഓൾറെഡി താമസിച്ചു. ഈ മകൻ പതിയെ അച്ഛൻ സ്പീഡിൽ പോയി, അവൻ പതിയെ പോയി, അവൻ ഡ്രസ്സൊക്കെ മാറ്റി ഇട്ട് വേറെ ഡ്രസ്സ് ഇട്ട് വന്നു. അപ്പോൾ എന്നാൽ സമയം താമസിച്ചു, പിന്നെ ചായ കുടിക്കാനൊന്നും സമയമില്ല. പുള്ളി വേഗം ബാഗെടുത്തു, കാറിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞിനെയും കൂട്ടി പോയപ്പോൾ നിറയെ ട്രാഫിക്കാണ്. ഓക്കെ, നമുക്കറിയാലോ, സിഗ്നലിൽ കിടക്കണം, പിന്നെ ബ്ലോക്ക്, ഇതൊക്കെ കാരണം അവിടെ കിടക്കുമ്പോൾ മുന്നിലുള്ള വണ്ടിയെ ആൾക്കാരെയൊക്കെ ഇത്തിരി മോശം പറഞ്ഞ് ആകെപ്പാടെ വിമ്മിഷ്ടനായി പുള്ളി പോയി. ഓക്കെ, പിന്നെ കൊച്ചിനെ ഡ്രോപ്പ് ചെയ്തു. അവൻ തിരിഞ്ഞു പോലും നോക്കാതെ, സാധാരണഗതിയിൽ ഒരു ടാറ്റയും ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുന്നതാണ്, കുഞ്ഞ് അതൊന്നും കൊടുത്തില്ല. അവൻ സങ്കടത്തോടു കൂടി ക്ലാസ്സിൽ പോയി, തിരിഞ്ഞു നോക്കാതെ പോയി. അപ്പോൾ ഇദ്ദേഹം വീണ്ടും സ്പീഡിൽ കാർ ഓടിച്ചു. ബോർഡ് മീറ്റിങ്ങിന് സമയമായി. അപ്പോൾ വേഗം നമ്മുടെ ലാപ്ടോപ്പ് ബാഗൊക്കെ എടുത്ത് പുള്ളി ഓടി വന്നു. പ്രസൻറ്റേഷൻ എല്ലാവരും ഇരിക്കുകയാണ്, മനസ്സിൽ കാണുക സിസ്റ്റർ പറയുന്നതനുസരിച്ച് എല്ലാവരും ഇരിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ആ സിബ് തുറന്ന് നോക്കിയപ്പോൾ സംഭവം എടുത്തിട്ടില്ല, ലാപ്പ് മറന്നുപോയി. ആ സ്പീഡിൽ ആ ജഗപുക വീട്ടിൽ നടന്നില്ലേ, ആ സമയത്തിന് പുള്ളി എടുക്കാൻ മറന്നേ. എന്തായിരിക്കും സംഭവിക്കുക? ബോസും ലീഡേഴ്സും ഒക്കെ എന്ത് പറയും? അദ്ദേഹത്തിന് നല്ല വഴക്ക് കൊടുക്കും. അപ്പോൾ എല്ലാവരുടെ മുമ്പിൽ നിന്ന് വഴക്ക് കേൾക്കണം. അപ്പോൾ കൂടുതൽ ദേഷ്യമായി, സങ്കടമായി. എന്നിട്ട് സംഭവം കഴിഞ്ഞു, ഉച്ചയായി, ലഞ്ചിന് വന്നു. ലഞ്ച് തുറക്കുമ്പോൾ എന്നാ ഈ നോൺ വെജ് ഒന്നും വെച്ചിട്ടില്ല. ഓക്കെ, ഇച്ചിരി ചമ്മന്തിയും കറികളും വെജിറ്റബിളൊക്കെ ഉള്ളൂ, പുള്ളിക്കാരി സ്പെഷ്യൽ ഉണ്ടാക്കിയില്ല. ഓക്കെ, അതും എങ്ങനെയൊക്കെ കഴിച്ചു. അങ്ങനെ വൈകുന്നേരമായി, വീണ്ടും വണ്ടിയെടുത്ത് വീട്ടിൽ പോകുമ്പോൾ ആണ് ഗേറ്റ് തുറന്ന് അകത്ത് കയറുമ്പോൾ സാധാരണഗതിയിൽ ഭാര്യ ഒരു ചായയൊക്കെ ഉണ്ടാക്കി, കാരണം സമയം അറിയാമല്ലോ, മോറലസ് ചായയൊക്കെ റെഡിയാക്കി വെക്കും. ഈ ദിവസം ഉണ്ടാക്കിയില്ല, കാരണം വന്നിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ് വന്ന് കയറുന്നു. ഭാര്യ അടുക്കളയിലേക്ക് ചായ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പം ഓൺ ദ സ്പോട്ടിൽ ചായയും കിട്ടിയില്ല, പുള്ളിയുടെ മുഖവും ദേഷിച്ചിരിക്കുന്നു. കൊച്ചും ഒന്നും മിണ്ടുന്നില്ല, കളിക്കാനേ ആ പരിസരത്തേ ഇല്ല. ഓക്കെ, ഓപ്ഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് ഈ കഥ ഒന്ന് മാറ്റി എഴുതിയാലോ, മാറ്റി പിടിക്കാം. ഓക്കെ, ഒരു ട്വിസ്റ്റ്. അപ്പോൾ ആദ്യത്തെ സംഭവം സെയിം ആണ്. അച്ഛൻ രാത്രി ഒരുങ്ങുന്നു, എല്ലാം റെഡിയാക്കുന്നു, പിറ്റേ ദിവസം ഒന്ന് ഫിനിഷിംഗ് പാർട്ട് ചെയ്യുന്നു, ഡ്രസ്സൊക്കെ ഇടുന്നു, സ്പീഡിൽ വരുന്നു. ഓക്കെ, സ്പീഡിൽ വരുന്നു, ഭാര്യയെ ചായ കൊണ്ടുവയ്ക്കുന്നു, തട്ടുന്നു, ദേഹത്തെല്ലാം ചായയാകുന്നു, ചൂട് ചായ. അപ്പോൾ എന്നിട്ട് എന്നാ ചെയ്യണേ? സാധാരണഗതിയിൽ മറ്റതിൽ പേടിയാണല്ലോ. അപ്പം ഈ അച്ഛനിങ്ങനെ ദേഷിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ, കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണിലൊരു പേടി. അപ്പോൾ ഇദ്ദേഹം ലൈറ്റായിട്ട് പറയും, സാരമില്ല മോനെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, പക്ഷേ അച്ഛൻ്റെ ഉടുപ്പെല്ലാം ചീത്തയായി, സാരമില്ല, ഇനി ഇതുപോലെ മക്കൾ ഓടി വരരുത്, പപ്പ ഇങ്ങനെ പോകാൻ റെഡിയായി നിൽക്കുമ്പോൾ നീ ഇപ്പം ഇങ്ങനെ കളിക്കാൻ വരരുത് കേട്ടോ, മോൻ പോയി മാറ്റിക്കോ, പപ്പയും പോയി മാറ്റിയിട്ട് വരാം. അപ്പം ബഹളം കേട്ട്
ഭാര്യ വരുന്നു, എന്താ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൊച്ചിനെ ഇങ്ങനെ ദേഷ്യപ്പെടുക, എൻ്റെ ചെറുക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടാൻ പോകുമ്പോൾ അപ്പം പറയും സാരമില്ല, ചായ ബാലൻസ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഗ്ലാസ് എടുത്തോ, ഞാൻ പോയി ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പം പോകുന്നു, കൊച്ചിന് ഒരാശ്വാസം, അയ്യോ എൻ്റെ പപ്പ ഒന്നും പറഞ്ഞില്ലല്ലോ, താങ്ക് ഗോഡ്. അവൻ്റെ സ്പീഡ് കുറച്ചുകൂടി അവൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി, കാരണം പപ്പ ഒന്നും പറഞ്ഞില്ല, പപ്പ ഹീറോയായി. ഓക്കെ, വേഗം പോയി മാറ്റുന്നു, തിരിച്ചു വരുന്നു. ചെക്കൻ പോയി ഗേറ്റിൽ വണ്ടി ഇറക്കണമല്ലോ, അവൻ നേരത്തെ തന്നെ പോയി ഗേറ്റൊക്കെ തുറന്നു വെച്ചു. അപ്പം ഭാര്യയും വിചാരിച്ചു, ദൈവമേ ഇന്നൊരു അടിയുണ്ടാകുമെന്ന് വിചാരിച്ചതാണ്. ഭർത്താവ് ഒന്നും പറഞ്ഞില്ല, നല്ല ചേട്ടൻ, തങ്കപ്പെട്ട ചേട്ടൻ എന്ന് പറഞ്ഞ് പുള്ളി അടുക്കളയിൽ പോകുന്നു, ബാലൻസ് ചായ ഒഴിച്ചു വയ്ക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സ്പെഷ്യൽ മുട്ടയൊക്കെ റെഡിയാക്കി സെറ്റാക്കി പാത്രത്തിൽ വെച്ചു. എന്നിട്ട് തിരിച്ചു വന്ന് ഭാര്യനെ ഓർമ്മിപ്പിക്കും, ചേട്ടാ ഇതെടുത്തോ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന് എല്ലാം ഓർമ്മിപ്പിക്കുന്നു. പുള്ളി സംഭവങ്ങളൊക്കെ എടുത്ത് പോകുന്നു. ചെക്കൻ ഓൾറെഡി അവിടെ ഗേറ്റൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പം ബാഗ് എടുക്കുന്നു, സംഭവം എല്ലാം കെട്ടി പോകുന്നു. പോയപ്പോൾ എന്നെ കാറിലിരിക്കുമ്പോഴൊക്കെ കുഞ്ഞിന് സന്തോഷമാണ്, പപ്പ ഒന്നും പറഞ്ഞില്ല. ഗ്ലാസ് പൊട്ടിയിട്ടും ചായ ദേഹത്ത് വീണിട്ട് എൻ്റെ പപ്പ വലിയ പപ്പയാണ്, ഹീസ് ഗ്രേറ്റ് എന്ന മട്ടിൽ അഭിമാനത്തോടെ കുഞ്ഞ് കാറിൽ ഇരിക്കുവാണ്. എന്നിട്ട് കാറിൽ ഇറങ്ങിയപ്പോൾ എന്നാ ചെയ്തു, അവൻ ഇറങ്ങി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഉമ്മയും ചക്കര ഉമ്മയും ഫ്ലൈങ് കിസ്സൊക്കെ കൊടുത്ത് തിരിഞ്ഞ് നോക്കി ടാറ്റ കാണിച്ച് അവൻ ക്ലാസ്സിലേക്ക് പോയി. അപ്പം പോയി, കാരണം ബോർഡ് മീറ്റിംഗ് സംഭവങ്ങളൊക്കെ എല്ലാം സെറ്റാണല്ലോ, ഉണ്ട്, എല്ലാം നടത്തി. ഉച്ചയ്ക്ക് ഇങ്ങനെ ഭക്ഷണം എടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ. ഓക്കെ, അപ്പോൾ ഫ്രീ ടൈമാണ്. അപ്പം പുള്ളി ഭാര്യയ്ക്കൊക്കെ വിളിച്ച് സംസാരിച്ച് താങ്ക് യു സ്പെഷ്യലൊക്കെ തന്നതിന് അവർ കുശലമൊക്കെ നടത്തി. വീട്ടിൽ പോകുമ്പോൾ എന്നാ ചെയ്യുന്നത്, അകത്ത് വരുന്നു, ഭാര്യ സ്പെഷ്യലല്ലേ, ഒരു ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലൊരു ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കൊടുക്കുന്നു. കുഞ്ഞും വരുന്ന സന്തോഷത്തോടെ അവരെ കഥകളൊക്കെ പറയുന്നു. മാറിക്കൂടെ മനോഭാവം, മനസ്സിൻ്റെ ഭാവം കണ്ടോ. രണ്ട് രീതിയിൽ പോകാം. നമുക്ക് ഏതാ ഇഷ്ടം? കുഞ്ഞിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതായിരിക്കും? രണ്ടാമത്തത് അല്ലേ? ഭാര്യയ്ക്കും ഭർത്താവിന് സന്തോഷമുള്ള, ഒരു സമാധാനം തരുന്നത്, ഒരു ആശ്വാസം, വീട്ടിൽ വന്നു കയറാൻ തോന്നുന്നത് ഏത് ആറ്റിറ്റ്യൂഡായിരിക്കും? രണ്ടാമത്തെ അല്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്നത് രണ്ടാമത്തെ. ഓക്കെ, അപ്പം മനസ്സിൻ്റെ ഭാവം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് സിസ്റ്റർ പറഞ്ഞത്, രോഗശാന്തിയേക്കാൾ ഉപരി നമുക്ക് ഇന്ന് വേണ്ടത് നമ്മുടെ മനോഭാവം ശരിയാക്കാനുള്ള ഒരു കൃപ കിട്ടിയാൽ അത് മതി. അപ്പം ഇനി നമുക്കൊരു എക്സാമ്പിളിലോട്ട്, മനോഭാവത്തിൻ്റെ ഒരു ഉദാഹരണം സിസ്റ്റർ പറഞ്ഞു. ഇനി ഒരു വിശ്വാസത്തിൻ്റെ ഒരു ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോകാം. വായോ. മക്കൾ കണ്ടോ, 2 ഗ്ലോബ് ഇരിപ്പുണ്ട്. വിചാരിക്കുക, ഇത് ഞാനെന്നുള്ള വ്യക്തി, നമ്മൾ ഓരോരുത്തരും നല്ല ഭംഗിയില്ലേ, ഇത് സുന്ദരമാണ്, സ്മൂത്താണ്, ഫിനിഷിംഗ് ഉണ്ട്, നല്ല പക്കയാണ്. ഓക്കെ, എന്തും നമുക്ക് എഴുതാം, പെൻസിലിട്ട് എഴുതാം, അത്രമാത്രം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പേപ്പർ. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. ഓക്കെ, എപ്പോഴും വേണോ നമുക്ക് നശിക്കാം, ലോലമാണ്, കീറാം, മുറിയാം, ഒക്കെ ചെയ്യാം. പക്ഷേ എങ്കിലും നമ്മൾ തന്നെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തും. എഴുതാനും വായിക്കാനും നമ്മൾ പഠിക്കും, പറയാൻ പഠിക്കും, ഓടാനും ചാടാനും ഒക്കെ നമ്മൾ പഠിക്കും അല്ലേ? വളരും തോറും ആ കഴിവുകൾ കുറച്ചുകൂടി നമ്മൾ വികസിപ്പിച്ച് നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായി മാറി. ഓക്കെ, നമ്മൾ വളർത്തുന്നതാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ. ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ മല കയറി നമ്മുടെ സ്റ്റാറ്റസ് കൂടി അങ്ങനെ നമ്മൾ നല്ല ഉയർച്ചയിലേക്ക് വരുവാണ്. ജീവിച്ചാലും അല്ലേ, ജീവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ പാപിയായാലും വിശുദ്ധനായാലും ഈ ലോകത്തിൽ ജീവിച്ചേ പറ്റൂ. അപ്പോൾ എന്നാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരില്ലേ? വരും. ഇപ്പോൾ കുഞ്ഞു മക്കളെ എടുക്കുമ്പോൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അച്ഛനും അമ്മയും വഴക്ക് പറയുമ്പം അത് കേൾക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്, അടി കിട്ടുന്നത് ബുദ്ധിമുട്ടാണ്, വഴക്ക് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് കൂട്ടുകാരൊക്കെ മാറ്റി നിർത്തുന്നത് ബുദ്ധിമുട്ടാണ്. ലഞ്ച് കഴിക്കാൻ പോകുമ്പോൾ ഒരു കമ്പനിയും ഇല്ലാത്തത് ബുദ്ധിമുട്ടാണ്, കൂട്ടുകാരെ കിട്ടാത്തത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള പ്രശ്നം. ഇനി കുറച്ചുകൂടി വലുതാകുമ്പോഴോ അതിൻ്റേതായിട്ട് ബന്ധങ്ങൾ നമുക്ക് നിലനിർത്താൻ പറ്റുന്നില്ല. കുറേ പഠിച്ചു, ഇതുപോലെ കയറി ഒരു നല്ല ക്വാളിഫൈഡായി നല്ല കോളേജിലൊക്കെ പഠിച്ചു, ശരിയായി. പക്ഷേ ജോലി അങ്ങോട്ട് ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെന്നേ. പല ആപ്ലിക്കേഷൻസ് എഴുതി CV മോഡിഫൈ ചെയ്തു, സംഭവം കിട്ടുന്നില്ല. അപ്പം വിചാരിക്കുക ഇത് ഒരു പ്രശ്നമാണ്, നല്ല ഭാരമൊക്കെ ഉണ്ട് കേട്ടോ, പ്രശ്നമാണ്. ഈ പ്രശ്നത്തിൽ ജോലി ശരിയാകുന്നില്ല, അന്വേഷിച്ച് നടക്കുന്നു, കിട്ടിയില്ല. ഓക്കെ, ഒരു പ്രശ്നം വന്നപ്പം തന്നെ താഴെ കിടക്കുന്നു. ഇതാണ് അവസ്ഥ അല്ലേ? നമുക്കറിയാം, സിസ്റ്റർ പറയാതെ തന്നെ നമ്മുടെ മക്കളുടെയൊക്കെ അവസ്ഥ അറിയാം. ഒരു പ്രശ്നം വന്നപ്പം കിടക്കുന്നു എന്ന് പറഞ്ഞ് താഴെ വീണു. അപ്പോൾ ഒന്ന് പോയി, ഓക്കെ സാരമില്ല, ഈ പ്രശ്നം കുഴപ്പമില്ല,
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് നല്ല കൂട്ടുകാരെ വേണം. ഞാൻ ഇങ്ങോട്ട് നോക്കി എല്ലാവർക്കും ഫ്രണ്ട്സുണ്ട്. അവർ പാർട്ടിക്ക് പോകുന്നു, കാശ് ചിലവാക്കി സെലിബ്രേറ്റ് ചെയ്യുന്നു, പിക്നിക്കിന് പോകുന്നു. എനിക്ക് മാത്രം അത്തരത്തിലുള്ള ഫ്രണ്ട്സ് ഇല്ല. ഓക്കെ, ആ ചിന്തയാണ് എൻ്റെ അടുത്ത പ്രശ്നം. അതും പോയി. അപ്പോൾ നമുക്കിങ്ങനെ വെച്ച് നോക്കാം, അതും പോയി. ഓക്കെ, ആ പ്രശ്നത്തിന് ഞാൻ താഴെ വീണു. ഒരു പ്രശ്നം വരുമ്പം തന്നെ എൻ്റെ സ്റ്റാറ്റസ് താഴെ പോകുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ബാക്കി പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എങ്ങനെ പിടിച്ച് നിൽക്കും? പ്രശ്നമാണല്ലേ. പക്ഷെ എത്ര സുന്ദരമാണ് ഞാൻ, എത്ര നല്ല ഭംഗിയാണ്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ അതെനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റണില്ല. ഒന്നുമില്ലാത്തവൻ്റെ അവസ്ഥയാണ്. എല്ലാം പോയി അവസ്ഥ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് വിശ്വാസം മക്കളെ. അപ്പം സിസ്റ്റർ നേരത്തെ പറയുകയുണ്ടായി, ഉള്ളിലുള്ളവനെ നമ്മൾ ഫോക്കസ് ചെയ്ത് സൂം ചെയ്താൽ പുറത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങൾ നമ്മളെ കീഴ്മേൽ മറിക്കത്തില്ല, എന്ന് വെച്ചാൽ നമ്മളെ താഴോട്ടിടത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു സംഭവം. അപ്പോൾ ഈ വ്യക്തി ഇവൻ്റെ സ്വന്തം കഴിവും കപ്പാസിറ്റിയും ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ച് മിനുക്കിയെടുത്തതാണ്. പക്ഷെ പ്രശ്നം വന്നപ്പം പുള്ളിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വിചാരിക്കാം, ഓക്കെ, ഈ പേപ്പർ അവന് വിശ്വാസം ആരുടെ? ദാവീദിനെ പോലുള്ള വിശ്വാസം. ഓക്കെ, ഇതുപോലെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ മക്കളെ, നമുക്ക് വേറൊരു എക്സാമ്പിൾ സിസ്റ്റർ പറഞ്ഞുതരാം. നിങ്ങൾ പുതിയ നിയമത്തിൽ കാണില്ലേ, ഈശോ കിണറിൽ കിടന്ന വെള്ളത്തെ ഭരണിയിലിരിക്കുന്ന വീഞ്ഞാക്കി മാറ്റിയ കഥ. അതായത് കാനായിലെ കല്യാണ വിരുന്ന്. ഓക്കെ, കല്യാണ വിരുന്നിൽ എന്താ സംഭവിച്ചത്? അപ്പോൾ മാതാവ് പറയുന്നു, പരിചാരകരോട് പറയുന്നു, പുത്രൻ പറയുന്നത് എന്താ അതങ്ങ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈശോ പറയുന്നു ഭരണിയിൽ വെള്ളം നിറയ്ക്കാൻ. അപ്പോൾ അതനുസരിച്ചു ഭൃത്യന്മാർ. അവർ വിധേയപ്പെട്ടു, അവർ വിശ്വസിച്ചു. ഓക്കെ, ആ വിശ്വാസത്തിന്മേൽ അവർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? മുറ്റത്ത് കിടക്കുന്ന കിണറിലെ വെള്ളം ക്രമേണ അത് ഭരണിയിലായപ്പോൾ വീര്യമുള്ള വീഞ്ഞ് ഉള്ള വെള്ളമായി മാറി. ഓക്കെ, അതുപോലെ ഇത് വിധേയപ്പെട്ടു, വിശ്വസിച്ചു. ഓക്കെ, വിശ്വാസം എവിടെ നിന്നാണ്? ഉള്ളിൽ നിന്നാണ് വരുന്നത് അല്ലേ? അകത്തു നിന്നാണ് ഇങ്ങനെ തുളുമ്പുന്നത്. നിറഞ്ഞ് എൻ്റെ ദൈവം എന്നെ കാത്തോളും. ദാവീദ് പറഞ്ഞതുപോലെ ആർക്കും എന്നെ തകർക്കാൻ പറ്റില്ല. സർവശക്തനായ ദൈവം ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. ചങ്കി തട്ടിയുള്ള വിശ്വാസം. അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞ പ്രശ്നം എന്താ? ജോലി കിട്ടുന്നില്ല. അപ്പോൾ അവനറിയാം എൻ്റെ പപ്പ വലിയവനാണ്, പപ്പയ്ക്ക് ഇതൊക്കെ നിസ്സാരമാണ്, ഈ ഉലകത്തിൻ്റെ നായകനായ അപ്പന് അസാധ്യമായിട്ടൊന്നുമില്ല. ചിലപ്പോൾ എനിക്ക് എൻ്റെ ബ്രോൺസ് നഷ്ടപ്പെട്ടതാ, സിൽവർ നഷ്ടപ്പെട്ടതാ, ഡോണ്ട് വറി, ഞാൻ തളരില്ല, കുറച്ചപ്പുറം ഓക്കെ എനിക്ക് മരതകവും രത്നങ്ങളും ഒക്കെ ഡയമണ്ടും വെച്ചിട്ടുണ്ട്. ഓക്കെ, കുറച്ചുകൂടി പരിശ്രമിക്കണം. ഐ വിൽ ട്രൈ മൈ മാക്സിമം, ഗോഡ് വിൽ ഡു ദ റെസ്റ്റ്, ഐ വിൽ ബി സക്സസ്ഫുൾ. ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അവൻ വെക്കുന്നു. നോക്കിക്കാം, വീണില്ല. കുറച്ച് മുമ്പ് വെക്കുന്നതിന് മുമ്പ് താഴെ പോയതാണ്. ഓക്കെ, അപ്പോൾ ആ പ്രശ്നം സോൾവായി. ഓക്കെ, എൻ്റെ ദൈവം എന്നെ സഹായിക്കും. അവൻ വീണ്ടും CV എഴുതുന്നു, പല കമ്പനിയിൽ കൊണ്ടുവിടുന്നു. നോ പ്രോബ്ലം, ഡിപ്രഷൻ ആകുന്നില്ല. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമല്ലേ സിസ്റ്റർ പറഞ്ഞത്? ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമില്ല. അപ്പോൾ ഈ കുഞ്ഞ് തമ്പുരാനിൽ ആശ്രയിക്കുന്ന കുഞ്ഞാണ്. വിശ്വാസം, ജീവിക്കുന്ന ദൈവം. ഓക്കെ, ഈസ്റ്റർ കാലത്താണ് നമ്മൾ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട്. എനിക്ക് വേണ്ടി ചാടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവം, വിളിച്ചാൽ ഉത്തരം തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് കട്ട വിശ്വാസമുള്ള ഒരു വ്യക്തി. അവൻ പറയാണ്ട് ദൈവം എനിക്ക് തക്ക സമയത്ത് എനിക്ക് ബെസ്റ്റിനെ കൊണ്ടുതരും. അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടത്? തമ്പുരാനോട് ആദ്യം കൺസൾട്ട് ചെയ്യണം. എൻ്റെ ഈശോയെ ഇതുപോലെയൊക്കെയാണ് സാഹചര്യങ്ങൾ, പക്ഷെ നിനക്ക് എന്നെ പറ്റി നന്നായിട്ടറിയാം, എനിക്ക് പറ്റിയത് എനിക്ക് തന്നെ തരണം. ഓക്കെ എന്ന് പറഞ്ഞ് ഈശോയിൽ ആശ്രയിക്കുന്നു, കാത്തിരിക്കുന്നു. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴില്ലെങ്കിലും ഇപ്പം എനിക്ക് പഠിക്കണം, തക്ക സമയമാകുമ്പോൾ ദൈവം തരും. രണ്ടാമത്തെ ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പുള്ളി ഇരിപ്പില്ലേ, മുകളിൽ തന്നെ ഇരിപ്പുണ്ട്, താഴ്വാരത്ത് വന്നിട്ടില്ല, മലമുകളിൽ ഉയർത്തിയ പ്രകാശം പോലെ കൊടി പോലെ ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രശ്നം. മൂന്നാമത്തേത് എന്താ മക്കളെ നിങ്ങളുടെ പ്രശ്നം? പഠനം. ഓക്കെ, പഠിക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, കണക്ക് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. കണക്ക് ടീച്ചറും കൊള്ളത്തില്ല, കണക്ക് വിഷയവും കൊള്ളത്തില്ല, ഇതൊന്ന് പോയിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഞ്ഞ് ഭജനമൊക്കെ പഠിക്കുന്ന ആളാണല്ലോ. കാരണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ആൾ പറഞ്ഞ കാര്യം ചെയ്യും അല്ലേ, അല്ലെങ്കിൽ വെറുതെ ഐ ലവ് യു പറഞ്ഞിട്ട് കാര്യമില്ല.
ആ പറഞ്ഞ ആളെ, എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് പുള്ളിയെ സന്തോഷിപ്പിക്കുക. സന്തോഷിപ്പിക്കണമെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി ചെയ്തു കൊടുക്കും, അല്ലേ? അതുപോലെ ഈശോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, വചനം പഠിക്കുന്നു. അതിലൊരു വചനമുണ്ട്, ഏശയ്യ 54:13. കർത്താവ് തൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. അപ്പോൾ ഇവിടെ കണക്കാണല്ലോ പ്രശ്നം. ഓക്കെ, എൻ്റെ ട്യൂട്ടർ കർത്താവാണ്, എൻ്റെ ഗുരു കർത്താവാണ്, എൻ്റെ മാനേജർ കർത്താവാണ്, എൻ്റെ ട്യൂഷൻ ടീച്ചർ എല്ലാം കർത്താവാണ്. ഓക്കെ, കർത്താവ് എന്നെ കണക്ക് പഠിപ്പിക്കും, ഞാൻ വിജയിക്കും. ശ്രേയസ് എന്ന് പറഞ്ഞാൽ മക്കൾ ചെറുതല്ല, ആവറേജും ലോ ആവറേജും ഗുഡൊന്നുമല്ല, എക്സെപ്ഷണലി ഗുഡ്, എക്സലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞ് കർത്താവേ കണക്ക് പരീക്ഷ എന്നെ കണക്ക് പഠിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവൻ പഠിപ്പിച്ചു. നമുക്കിവിടെ വെച്ച് നോക്കാം അല്ലേ. ഇരുന്നു സെറ്റായി. 3 പ്രശ്നം. ഒന്ന് എന്താണ്, ജോലി കിട്ടുന്നില്ല, ആ പ്രശ്നം. വയസ്സാകുന്നു, ഒരു കമ്പനിയിലും എന്നെ എടുക്കുന്നില്ല, നല്ലൊരു സാലറിയൊക്കെ ഉള്ളത് കിട്ടുന്നില്ല. 2 കൂട്ടുകാരില്ല, ബന്ധങ്ങളില്ല, ഒന്ന് ഷെയർ ചെയ്യാൻ ഒരാൾ പോലും ഇല്ല, അതാണ് അടുത്ത പ്രശ്നം. 3-ാമത്തെ പ്രശ്നം, പഠിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഒരു പ്രശ്നം കൂടി വെച്ചാലോ? എന്ത് പ്രശ്നം വെക്കണം? വീട്ടിലെ പ്രശ്നം വയ്ക്കാം. ഓക്കെ, വീട്ടിൽ വരുമ്പോൾ എപ്പോഴും ചോദ്യം ചോദിക്കില്ല, എപ്പോഴും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വീട്ടുകാർക്ക് സമയമില്ല. അവർ പറയും, നീ എന്താ ഇങ്ങനെ, നീ അവരെ കണ്ടുപിടി, ഇവരെ കണ്ടുപിടി, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, അത് തരുന്നില്ലേ, ഇത് തരുന്നില്ലേ, ലാ വീട്ടിൽ. അപ്പോൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകാനുള്ള ടെൻഡൻസിയാണ് തോന്നുന്നത്. അതുകൊണ്ട് ചിലവർക്ക് വീട്ടിൽ വരാനേ തോന്നത്തില്ല. അതാണ് പ്രശ്നം, വീടാണ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ പ്രശ്നം ഉണ്ടാ വീടാണ്. അപ്പോൾ ഞാൻ പറയണത്, ദൈവമേ എത്ര പ്രശ്നത്തിൻ്റെ നടുവിലായിരുന്നാലും അതിനെ അതിജീവിക്കാനുള്ള കൃപ എനിക്ക് തരണം. വീട് വരാൻ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ കൊണ്ടു നടക്കണേ. അവൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കുന്നു. കാരണം അവൻ്റെ ദൈവം വലിയവനാണ്. മക്കളെ നോക്കിക്കോ, 4 പ്രശ്നം വന്നിട്ടും കുട്ടിക്ക് ഒരു ഡിപ്രഷനും ഇല്ല, ഒരു പ്രശ്നമില്ല. എത്ര പ്രശ്നം വന്നാലും ചിലപ്പം വരുമായിരിക്കും, മനുഷ്യരല്ലേ, പ്രശ്നങ്ങൾ വരും. പക്ഷെ ആ പ്രശ്നങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം കൊടുക്കും. ഇതാണ് വിശ്വാസം. ഇത് പുറത്തുനിന്ന് വന്നതാണോ? അകത്തിന്ന്. പേപ്പറിന് സിസ്റ്റർ വേറെ ഒരു സാധനവും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്തില്ല. അതിനുള്ളിലുണ്ടായിരുന്ന ഈ പേപ്പർ തന്നെ സിസ്റ്റർ ഇച്ചിരി മടക്കി വെച്ചു, അത്രേ ചെയ്തോളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഇതുപോലെ മക്കളെ നമ്മൾ പൊങ്ങി നിൽക്കണമെങ്കിൽ, ഉയർന്നു നിൽക്കണമെങ്കിൽ, മലമുകളിൽ ഉയർത്തിയ വെളിച്ചം പോലെ ഒരു നാട് മുഴുവനും, നമ്മുടെ വീട് മുഴുവനും പ്രകാശിക്കണമെങ്കിൽ ഞാൻ മാത്രം അധ്വാനിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിലെ ദൈവീകതയെ ജ്വലിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഈസ്റ്ററിൽ എൻ്റെ മക്കളെ ഒരൊറ്റ കാര്യമുള്ളൂ. ഓക്കെ, ആ ദൈവത്തെ ആഴമായി അനുഭവിക്കാൻ. ഓക്കെ, ഇങ്ങനെ അനുഭവം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വേറെ ലെവലാണ്. ദൈവം, എൻ്റെ അപ്പൻ. അപ്പോൾ ആ അനുഭവത്തിൽ വരുവാൻ ഈശോ ഇന്നും ജീവിക്കുന്നു, ഏത് സാഹചര്യം വന്നാലും എൻ്റെ കൂടെയുണ്ട് എന്നൊരു മനോഭാവത്തിൽ വരാൻ എൻ്റെ മക്കളെ 2 കാര്യം നമുക്കത് ചെയ്താലോ? ഈ ഹോളി വീക്കിൽ നമുക്ക് കട്ടയ്ക്ക് പരിശ്രമിക്കാം. നമ്മുടെ മനോഭാവം ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ഇപ്പോൾ എൻ്റെ ദേഷ്യ സ്വഭാവമുണ്ട്, നമുക്ക് കുറച്ച് കുറയ്ക്കാം. ഇനി വേണ്ടാത്ത ഡിക്ഷണറിയിലില്ലാത്ത വാക്കുകളൊക്കെ പറയുന്ന സ്വഭാവമാണെങ്കിൽ നമുക്കത് കുറയ്ക്കാം. എല്ലാത്തിനും തർക്കുത്തരം പറയുന്നതാണെങ്കിൽ നമുക്കത് നിർത്താം. അപ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് എക്സാമിൻ ചെയ്യാം. അതിൽ വല്ല പിശകുകളുണ്ടോ, എൻ്റെ ഭാഗത്ത് നിന്ന് വല്ലതും ചെയ്യാനുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിതുപോലെ ഇങ്ങനെ ഉയർന്ന് നിൽക്കണം. ഓക്കെ, ഇത് താഴ്വാരം, ഇതിങ്ങനെ മുകളിൽ. ഇങ്ങനെ ഈ ദൈവത്തെ കൂട്ടുപിടിക്കുമ്പോൾ ജീവനുള്ള ദൈവം, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ദൈവത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ പതിയെ നമ്മിങ്ങനെ ഉയർന്ന് നിൽക്കും. അപ്പോൾ സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ട്, ശത്രുക്കളുടെ മുമ്പിൽ എൻ്റെ ശിരസ് ദൈവം ഉയർത്തി നിർത്തും. ഒക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കും. അതുപോലെ നിൽക്കാൻ നമുക്ക് ജീവനുള്ള ദൈവത്തെ നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല, എനിക്ക് വേണ്ടി മുറിഞ്ഞ ദൈവം, ഹൃദയം മുറിച്ച് കാണിച്ച് എന്നെ ജീവിപ്പിച്ച, അത് ഭക്ഷണമായി തന്ന ഒരു ദൈവം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാലോ? നമ്മളിങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നിൽക്കില്ലേ? ഹോളി വീക്കിലൊക്കെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ചൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പറയണം, ഈശോയെ ക്ഷണിക്കണം, ഈശോ എൻ്റെ ഹൃദയത്തിലേക്ക് വായോ, ഈശോയെ ഐ ലവ് യു ഈശോയെ എന്ന് പറഞ്ഞ് നമ്മൾ ആ നിരയിൽ നിൽക്കുന്നു. സ്വീകരിച്ച് തിരിച്ചു വരില്ലേ? സ്വീകരിച്ച് വരുമ്പോൾ ഈശോയെ ഞാൻ ഭക്ഷിക്കുവാണ്. അങ്ങനെ തിരിഞ്ഞു വരുമ്പം പറയണം, ഈശോയെ എന്നെ ഒന്ന് ഭക്ഷിക്കണേ. ഓക്കെ, എന്നെ ഭക്ഷിച്ച് എന്നെ അങ്ങയുടേതാക്കി മാറ്റണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാലോ? എൻ്റെ കുറവുകളുള്ള ചിന്തയെ ഭക്ഷിക്കണം, എൻ്റെ വികാരങ്ങളെ ഭക്ഷിക്കണം, എൻ്റെ ശരീരത്തിൻ്റെ മജ്ജയെ മാംസത്തെ എല്ലാം ഈശോപ്പെ നീ അങ്ങ് ഭക്ഷിച്ചോ, എന്നിട്ട് അങ്ങ് നിൻ്റേതാക്കി മാറ്റിക്കോ.
ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ഒപ്പം ഈ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വെറുതെയുള്ള വിശ്വാസമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചായന വിശ്വാസമല്ല, സ്ട്രോങ് ആയിട്ട് പവറുള്ള വിശ്വാസം തരണേ. ഈ സംഭവങ്ങളൊക്കെ ഇപ്പം നമ്മൾ കാണും, കാല് കഴുകുന്നതും ഈശോ കുരിശിൽ മരിക്കുന്നതും അവസാനം ഉയർക്കുന്നതൊക്കെ, അതൊക്കെ നമ്മൾ കുറച്ചുകൂടി ആഴമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന സമയങ്ങളാണ്. അപ്പോഴൊക്കെ ഇച്ചിരി സമയം വില കൊടുത്ത് തമ്പുരാൻ്റെ അടുത്തിരുന്ന് ഇതൊക്കെ ഒന്ന് റെഡിയാക്കാം. അങ്ങനെ മനോഭാവം സെറ്റാക്കാം, വിശ്വാസം കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കാം. അങ്ങനെ ഈ ഈസ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് സന്തോഷത്തോടെ, അടിപൊളിയെന്ന് സിസ്റ്റർ ഉദ്ദേശിച്ചത് സന്തോഷത്തിൻ്റെ ലെവൽ കൂട്ടാം, ആനന്ദിക്കാം, അതൊരു ഉത്സവമാക്കി മാറ്റാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.